ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന വിദ്യ കണ്ടുപിടിച്ച മനുഷ്യൻ പിന്നീട് ദരിദ്രനായാണ് മരിച്ചത്. എഡ്വിൻ ഡ്രേക്ക് എന്ന അമേരിക്കക്കാരന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അയാളൊരു എഞ്ചിനീയറോ സയന്റിസ്റ്റോ ഒന്നും ആയിരുന്നില്ല. റെയിൽവേയിൽ സാധാരണ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാൾ. അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന സംസ്ഥാനത്ത് ടൈറ്റസ് വിൽ എന്നൊരു പട്ടണമുണ്ട്. അവിടെ ഭൂമിക്കടിയിൽ നിന്നും ക്രൂഡ് ഓയിൽ എങ്ങനെ കുഴിച്ചെടുക്കാമെന്ന് തല പുകയ്ക്കുന്നവരുടെ ഇടയിലേക്കാണ് ഡ്രേക്ക് വരുന്നത് 1859-ൽ. 10 ഫുട്ട് നീളമുള്ള ഇരുമ്പ് പൈപ്പുകൾ ഒന്നൊന്നായി ഭൂമിക്കടിയിലേക്ക് ഡ്രിൽ ചെയ്തുകൊണ്ട് ഒരു ശ്രമം നടത്താൻ അയാൾ തീരുമാനിച്ചു. എല്ലാവരും അയാളെ കളിയാക്കി ചിരിച്ചു. ക്രേസി ഡ്രേക്ക് എന്നായിരുന്നു അയാളെ പലരും വിളിച്ചിരുന്നത്. പക്ഷെ ആളൊരു ഒറ്റബുദ്ധിയായിരുന്നു. മാസങ്ങളോളം കുഴിച്ച് ഒടുവിൽ 70 അടി താഴെ എത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ കണ്ടെത്തി. ലോകത്തെ പിന്നീട് മാറ്റിമറിച്ച പെട്രോളിയം വ്യവസായത്തിന് അവിടെ തുടക്കം കുറിച്ചു. പക്ഷെ ഇങ്ങനെ ഡ്രിൽ ചെയ്തെടുക്കുന്ന വിദ്യയ്ക്ക് പേറ്റന്റ് എടുക്കാൻ അദ്ദേഹം നോക്കിയിരുന്നില്ല. അതോടെ ഈ വിദ്യ എല്ലാവരും കോപ്പി അടിച്ച് ഓയിൽ കുഴിച്ചെടുക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന പണമാവട്ടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇട്ട് അദ്ദേഹം കളഞ്ഞു കുളിച്ചു. പട്ടിണിയും അസുഖങ്ങളും ഒക്കെയായി ജീവിതം ഇരുട്ടിലായി. ഒടുവിൽ പെൻസിൽവാനിയ നിയമസഭ അനുവദിച്ച പെൻഷൻ തുക കൊണ്ടാണ് മരിക്കും വരെ അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ബിസിനസ്സിലും വ്യവസായത്തിലും പേറ്റന്റ് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എഡ്വിൻ ഡ്രേക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാവസായിക ചരിത്രത്തിലെ ഇത്തരം കൗതുകമുള്ള കഥകൾ അറിയാൻ നിങ്ങൾക്ക് ബി ടു ഹാർട്ട് ഫോളോ ചെയ്യാം.